ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു. ആണോ? ഞങ്ങളിന്ന് OBയിൽ അടിച്ചു വിളിച്ചു. അപ്പൊ അത് കഴിഞ്ഞു. ജസ്റ്റ് ഞാൻ വന്ന് കേറിയിട്ടുള്ളൂ. ഞാനും അതെ. വന്നോ? എത്തിയോ? So, my dears, വേഗം. അബ്രാർ, റഫ്ന, then so നോക്കിയിരുന്നോ? നമുക്ക് നോക്കാം. Hi Jokes, good evening. Good evening, ma'am. How are you all? So മക്കളെ നമ്മൾ എവിടെ എത്തി? ഹോർട്ടിക്കൾച്ചർ വരെ കഴിഞ്ഞു. ഹോർട്ടിക്കൾച്ചർ വരെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? നോൺ ഫുഡ് ക്രോപ്സ്. നോൺ ഫുഡ് ക്രോപ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഫൈബർ ക്രോപ്സ് അല്ലേ? സോ അതുവരെ ഉള്ളത് നോക്കിയിട്ടുണ്ടോ? അതുവരെ വായിച്ചു നോക്കിയോ? നോക്കട്ടോ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്യാം. റെഡി ആണോ? കഴിഞ്ഞ ഐ തിങ്ക് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് അല്ലേ ആൻസർ ചെയ്തത്? Yes, ma'am. Okay. Multiple choice questions, social studies, agriculture. ഓക്കെ മക്കളെ, നമ്മൾ ഒരു കാര്യം ചെയ്യും, നമുക്ക് കുറച്ച് ക്ലാസ് എടുത്തിട്ട് ഒരു ഇതിലേക്ക് പോവാന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് കുറച്ച് ക്ലാസ് കുറച്ച് എടുത്തു കഴിഞ്ഞിട്ട് ബിഫോർ ലീവിംഗ് ദ ക്ലാസ് we'll discuss that questions. Okay, yeah, so Siddhan, Jumna and Henin, Nimha, kindly switch on the camera. So Afraza, so myself Sumi, your social studies faculty, his geography, economics, politics, ഇതെല്ലാം ഞാൻ തന്നെയാണ് എന്താണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. then history നൗഫൽ സാർ ആയിരിക്കും. പിന്നെ എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഗോസിപ്പുകൾ നമ്മൾ ഇരുവരും പറഞ്ഞു കേട്ടോ. then okay, അഫ്രാസ് എവിടുന്ന്? ഫ്രം തൃശ്ശൂർ. അപ്പൊ നമ്മുടെ നാട്ടുകാരനാ. എവിടെ മോനെ? തൃശ്ശൂര്, ഗുരുവായൂര്. ഓക്കെ, നമ്മളിവിടെ കൊടുങ്ങല്ലൂരുണ്ട് കേട്ടോ, അടുത്താണ് ഗുരുവായൂർ. അപ്പൊ ഏത് സ്കൂളില്? ഞാനിപ്പോ പഠിക്കുന്ന ഗൾഫിലാണ്. ഓക്കെ, എവിടെ? അബുദാബി, UAE. Indian school? Indian school. Yeah, fine. So almost so many are from Indian school. Yeah, so my dears, we discuss about morning. After we are discussing about agriculture. നമ്മൾ agriculture എന്നുള്ള ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ഓവർ ആണ് അല്ലെ? നമ്മള് ഫുഡ് ക്രോപ്സുകൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നൗ വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് ആ ഒരു ചാപ്റ്ററിന്റെ ആ ഒരു എൻഡിലായിട്ട് മൂവ് ചെയ്യാണ്. ദാറ്റ് ഈസ് നോൺ ഫുഡ് ക്രോപ്സ്. ഫുഡ് ക്രോപ്സ് ഓൾമോസ്റ്റ് ഓവർ ആയിട്ടുണ്ട്. ഇഫ് യു വാണ്ടഡ് ടു ഗെറ്റ് ദ ലെക്ചർ നോട്ട്, കൈൻഡ്ലി കോൺടാക്ട് മീ, ഐ വിൽ സെൻഡ് ടു യു.
ഓക്കെ ഇനി ഇൻ കേസ് എന്തെങ്കിലും എടുത്ത ടോപ്പിക്സുകൾ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് നൗ യു ആർ ഇൻ കേരള. ഇപ്പൊ യു എയിലാണോ? ഓക്കെ യു എയിലാണ്. അപ്പൊ ഇൻ കേസ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ജസ്റ്റ് സെൻഡ് ദ മെസ്സേജ്. നമ്മള് എന്താണ് വേണമെങ്കിൽ ഒരു സൂം ക്ലാസ് വെച്ചിട്ട് ഐ വിൽ കവർ ടു യു. Okay dear. So moving back to our topic, non-food crops. So which are the non-food crops? Non-food crops mainly rubber ആണ് non-food crops ൽ നമ്മൾ ഒരെണ്ണം വരുന്നത്. And then next fiber crops ഉണ്ട്. Fiber crops എന്ന് പറഞ്ഞാൽ നമുക്ക് fiber which means the thread type of things അല്ലേ. So fiber crops വരുന്നത് cotton, jute, hemp ഒക്കെയാണ്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് cotton and jute ആണ്. So ഇതാണ് non-food crops വരുന്നത്. So now we are moving to the first one is rubber. So നമ്മൾ ഈ റബ്ബർ എന്ന് പറയുന്നത് നമ്മൾ കോമൺലി ഈ ഇക്വേറ്റർ റീജിയൻസിലാണ് കാണുന്നത്. So the rubber is commonly found in the equatorial regions. Okay, Jumna. So rubber is commonly found in equatorial region. Then India has been the 5th position in the rubber production. India is ranked as the 5th in rubber production. Then നമ്മൾ പറഞ്ഞു equatorial regions ആണ് അല്ലേ. അപ്പൊ സാധാരണ equatorial regions what about the climatic condition? Hot and humid ആണ്. So here we need the moist and humid climate. For rubber cultivation, moist and humid climate. Moist and humid climate. As we all know, or equatorial regions ആയതുകൊണ്ട് തന്നെ rainfall കൂടുതലായിരിക്കും. So here also റബ്ബറിന് നമുക്ക് rainfall 200 centimeters. Rainfall more than 200 centimeters. So equatorial region, moist and humid climate, rainfall about 200 centimeters. Ma'am, in the textbook, it is written as it is India is ranked 4th among fourth position, yeah. But ma'am said 5th, so which one? Yeah, wait. Mono other text ഏതായിരുന്നു updated ആയിരിക്കും അല്ലേ? I'm not sure, ma'am. ഇത് പുതിയതാണ് പക്ഷേ. അല്ല updated version നോക്ക്. ഞാൻ ഇപ്പോ നോക്കാം നമുക്ക്. മാം ഈ ടെക്സ്റ്റിൽ ഒന്നുമില്ല മാം. നമുക്ക് നോക്കാം. India's position in okay, remaining points എഴുതിക്കോട്ടോ. Rubber protection അല്ലേ. And is it 2006 edition? അപ്പോ updated version ആയിരിക്കും. 4th തന്നെ ആയിരിക്കണം. Third largest producers 2021. India is the 3rd largest producer. അതാണ് വേർഷൻ മാറുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത്. ഓക്കെ, നിങ്ങൾ എഴുതിക്കോ തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. ആരെങ്കിലും ആവശ്യമെങ്കിൽ ഗൂഗിൾ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കട്ടെ. അല്ല ക്വസ്റ്റ്യൻ ആൻസർ എഴുതിക്കോ. തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആണ് കേട്ടോ. Now India is ranked as 3rd largest producer. So equatorial regions ആണ്, moist and humid climate ആയിരിക്കും. Rainfall is more than 200 centimeters. Then temperature about 25 degrees Celsius. Temperature about 25 degrees Celsius. Then Kerala, Tamil Nadu, Karnataka. Equatorial regions ആണ് അല്ലേ. Kerala, Tamil Nadu, Karnataka. Ma'am, temperature എത്രയായിരുന്നു? 25 degrees Celsius. Temperature about 25 degrees Celsius. Then important places Kerala, Tamil Nadu, Karnataka.
Is it over? Okay, so this much about the rubber. Now we move to the next one. Fiber crops ആണ്. Fiber crops എന്ന് പറയുന്നത് എന്താണ്? Thread type of crops ആണ് fiber crops. Natural fiber crops ആണ് നമ്മൾ നോക്കുന്നത്. So fiber crops മെയിൻ ആയിട്ട് വരുന്നത് cotton, jute, hemp. ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന fiber crops. So the first one is cotton. കോട്ടൺ വേഗം പറഞ്ഞോ. കോട്ടൺ ഐ തിങ്ക് 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചേക്കുന്നത് കോട്ടൺ എന്താന്നുള്ളതല്ലേ. കോട്ടൺ എന്താ? മാം ഒന്നുകൊണ്ട് ടോപ്പിക് റിപ്പീറ്റ് ചെയ്യോ? Cotton. Fiber crops, cotton. First one, cotton. Okay. Cotton third largest producer ആണ് അല്ലേ? Updated text. Ma'am, second. Second In largest producer. 2008, India was the India is the second largest producer. India is the second largest producer. India is the second largest producer. So എങ്ങനെയുള്ള ഏരിയാസിലായിരിക്കും നമ്മൾ കൂടുതലും കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? very high temperature. High temperature, light rainfall. High temperature and light rainfall. High temperature and light rainfall. So cotton, Deccan Trap regions, black soil. അല്ലേ? Cultivation ആവശ്യമുള്ളത് black soil ആണ്. So growing in black soil, Deccan Trap regions. Growing in the black soil of Deccan Trap regions. Naureen, റിപ്പീറ്റ്. യെസ് മാം. Naureen, kindly switch on the camera if you have any problem. യെസ് മാം, ഞാൻ നാട്ടിലാണ്, അത് കാരണം നെറ്റ് കുഴപ്പമുണ്ട്. പക്ഷെ ഓൺ ആണല്ലോ ക്യാമറ. No, Mole, I can't able to see you. Net issue ആയിരിക്കും. മാം മാം ഇപ്പൊ ഒരു പോയിന്റ് പറഞ്ഞില്ലേ, Yes, grow in a Deccan Trap regions of black soil or black soils of Deccan Trap regions. Deccan Trap regions. Then എത്ര ഡേയ്സ് വേണം കോട്ടൺ ഗ്രോ ചെയ്യാനായിട്ട്? എത്ര ഡേയ്സ് വേണം? 8th പഠിച്ചതായിട്ട് ഇത് വീണ്ടും എന്നെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. 210 frost free days. 210 frost free days for the cultivation of this one. Then cotton എന്ത് crop ആണ്? റാബി ആണോ ഖാരിഫ് ആണോ? പാട്ടൊക്കെ പഠിച്ചതാണ്. വെരി ഗുഡ്. അഫാം മാത്രം പഠിച്ചിട്ടുള്ളൂ. യെസ് സോഫിയ. ഇതിന് മുന്നത്തെ പോയിന്റ് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? Okay. 210 frost free days. Free days ആണോ? Frost free, FROST, frost free, FREE, free. Okay ma'am. ഫ്രോസ്റ്റ് ഉണ്ടാവാൻ പാടില്ല ആ ഒരു ടൈമില്. ഈ കോട്ടൺ ഗ്രോ ചെയ്യുന്ന ആ ഒരു ടൈമില് അധികം ഫ്രോസ്റ്റ് സീസൺ ആവരുത്. സോ ഇറ്റ് ഇസ് ഫ്രോസ്റ്റ് ഫ്രീ ഡേയ്സ്. 210 ഫ്രോസ്റ്റ് ഫ്രീ ഡേയ്സ് ആണ് കോട്ടൺ ഗ്രോ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് എ ഖാരിഫ് ക്രോപ്പ്. സോ ഈ 210 ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അറൌണ്ട് ഒരു എന്താണ് അത് ഗ്രോ ചെയ്യുന്നത്, അതായത് അത് പ്ലാന്റ് ചെയ്യുന്നത് മുതലുള്ള ടൈം അല്ല കേട്ടോ ഈ പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു അറൌണ്ട് ഒരു 6 to 8 month ആണ് ഇതിന്റെ പ്രോസസ്സിങ് മൊത്തം വേണ്ടി വരുന്നത്. അതായത് ഇത് പ്ലാന്റ് ആയി വരുന്നത് മുതൽ ഇത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രോ ആയി കംപ്ലീറ്റ് അത് ആവുന്നതിന് വേണ്ടിയിട്ട് 6 to 8 months വരുന്നുണ്ട് അതിന്റെ പ്ലാന്റ് ടൈം.
Plant time, lifetime of the cotton, 6 to 8 months to mature. Maharashtra, Gujarat, Madhya Pradesh, Karnataka. Maharashtra, Gujarat, Madhya Pradesh, Karnataka. Repeat here. Maharashtra, Gujarat, Madhya Pradesh, and Karnataka. 210 frost-free days, 6 to 8 months of mature. Then Maharashtra, Gujarat, Madhya Pradesh, Karnataka. Cotton. So cotton in the cotton is a fiber crop. Cotton grows in the it's a black soil and it is in Deccan trap regions and black soil. Then 210 frost-free days. Especially we know Maharashtra, Gujarat, Madhya Pradesh, and Karnataka, along with Andhra Pradesh, Tamil Nadu, Punjab, Haryana, and Uttar Pradesh. Just 4 places. Then jute. Jute is the question. Golden fiber. Jute, golden fiber. Jute in the questions which fiber is called, which crop is called as golden fiber. Jute is called as golden fiber. Actually, jute in the jute in the It's a plant. jute jute Material bag ആണ്. jute bags jute bags, jute chappals. Now we know that the trend is increasing. Widespread jutes in our trend. So jute, it's a plant plant product. So well drained soils plant grow. So well drained soil. Well drained soil. High temperature. Henin and Afna, switch on the camera. Ma'am, എന്താണ്? Well drained soil. Well drained soil. High temperature. Well drained soil, high temperature. Well drained soil, high temperature. Well drained soil, high temperature. Then West Bengal, Bihar, Assam, Odisha. 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 Highly producing state. Then we know that cultivation and production is needed high cost. And that's why rate it is comparatively high. And there will be a tough competition is going on. So normally natural competitions artificial things. Artificial products, then duplicate products will be available. So there will be a tough competition with the synthetic fiber and natural fiber. Pure cotton costly. So pure cotton costly, pure cotton costly competitive. Now we know that the polyester and other type of synthetic fibers are available in our market. So there will be a tough competition, or there will be a competition in between this natural products and the artificial product. Okay, so that is one of the most important problem which is faced in the fiber industrialist. Fiber industrialist face in a problem natural products, artificial products in the tough competition. Okay, this is about the thing. Hemp discusses hemp text sorry. Now we move to the next topic. So product, almost food crop items. Now reforms, agricultural reforms.
reforms. We already discussed that there are a lot of problems happen in our agriculture sector. And now we know that as because of this reasons, most of the people are not ready to doing the agriculture. And when we start this chapter, we discussed that 1/3 of the people are depending, 70% of Indian people are depending upon agriculture. And that's why India has become a primary activities belong to the primary activity. നമ്മുടെ ഇന്ത്യയുടെ നട്ടൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? അഗ്രികൾച്ചർ ആണ്. And then we learn, നമ്മൾ ഓൾറെഡി നമ്മൾ എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രൈമറി സെക്ടറിൽ നിന്ന് സെക്കൻഡറി സെക്ടറിലേക്ക് മൂവ് ചെയ്തു എന്ന് പറഞ്ഞു. സെക്കൻഡറി സെക്ടറിൽ നിന്ന് ടെർഷ്യറി സെക്ടറിലേക്ക് മൂവ് ചെയ്തു എന്ന് പറഞ്ഞു. Now the trend is going on the tertiary sector. അല്ലെ? Each and every person has like to wish to work in the white collar jobs. But as because of this corona, most of the people are back to കുറച്ച് എന്താ എനിവേ whatever നമ്മൾ ഒരുപാട് നെഗറ്റീവ്സ് മാത്രമേ എന്താണ് വൈറസിനെ കുറിച്ച് പറഞ്ഞാലും ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു അറൌണ്ട് കുറെയൊക്കെ ആ ഒരു ട്രെൻഡ് ഇപ്പൊ ഒന്ന് മാറിട്ടോ. ആ ഒരു ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഒരു ലോക്ക്ഡൌണിന്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഗാർഡനിങ്. എവിടെ നോക്കിയാലും എന്താ പറയാ ചെടികൾ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്റെ വീട്ടിന്റെ ഞാൻ മുകളിൽ വരെ കയറ്റി വെച്ചു ചെടി. പക്ഷെ ഇപ്പൊ അവിടെ മുഴുവൻ പുല്ലൊന്നും മുഴുവൻ താഴേക്ക് ഇറക്കാൻ പോകണം. അപ്പൊ നമുക്ക് വേറെ ഒരു പണിയില്ലല്ലോ, എന്തെങ്കിലും ഒരു പണി വേണ്ടേ? അപ്പൊ ഇതൊക്കെയായിരുന്നു പണി. ഇപ്പൊ നോക്കാൻ സമയമില്ലാതെ. അപ്പൊ ലോട്ട് ഓഫ് പീപ്പിൾ അല്ലെ എൻഗേജ് വിത്ത് അഗ്രികൾച്ചർ. നമ്മൾ എന്തൊക്കെയോ വീണ്ടും ആ ഒരു സെൻസിലേക്കൊക്കെ പോകുന്നു. പക്ഷെ നമ്മളല്ല ആൾക്കാര് വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ പോരും. അപ്പോ there are lot of problems are facing in the agriculture sector. So the government had, even almost all the government has been using a lot of policies and programs in order to uplift this agriculture sectors. Now we are moving to discuss about the reforms in agriculture sectors. Reforms. Okay, reforms in agriculture sector. നമുക്കൊരു സംഭവം എഴുതി വെക്കോ, അത് വായിക്കാൻ രസാട്ടോ. ക്രോച്ചേ CO 3 CO എഴുതി വെക്കും. നമ്മള് മറ്റേ ഇതിപ്പോ എന്താ ഭാഷ പറയാ? ക്രോച്ചേ ഗ്ര അബ്വിൻ, ഏതൊരു ഭാഷ എഴുതിക്കോ. CO CROCHE. ഞാൻ എഴുതിത്തരാം, എന്തിനാ പാടിന് പോണേ? നമ്മള് ഇപ്പൊ ട്രെൻഡ് നമ്മുടെ ബോച്ചയല്ലേ? ബോച്ച അറിയില്ലേ? ബോബി ചെമ്മണ്ണൂർ പുളി മനുഷ്യനാട്ടോ. കണ്ടോളി വീഡിയോസ് ഒക്കെ, ചിരിച്ചിരിച്ച് മരിക്കും. എഴുതിക്കോളൂ. ക്രോച്ചേ ഇതിപ്പോ പാട്ട് പഠിപ്പിക്കണ പോലെയാണ് മക്കളെ. അബ്വിൻ. Cockroach, Gagraga, Abwe. Reforms. Is it over? Yes. Yes, ma'am. Yes. Yeah. Yes, ma'am. Cockroach എന്താ നോക്കാം. First collectivization. Sorry, no Y illa. Collectivization. COLLECTIZATION. Collectivization. എഴുതിക്കോ. Bazim. Yes, ma'am. Yes,
ഞാൻ കണ്ടില്ല ബാസിനെ. കളക്ടൈസേഷൻ പോയിന്റ് ആയിട്ട് എഴുതിക്കും മോനെ. ഈ ഓരോന്നിന്റെ അടിയിൽ ഇങ്ങനെ പോയിന്റ് ആയിട്ട് പോയിട്ട് കേട്ടോ. ഫസ്റ്റ് കളക്ടൈസേഷൻ ആണ്. കളക്ടൈസേഷൻ, വാട്ട് ഈസ് കളക്ടൈസേഷൻ? നമ്മൾ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ സെക്ടറിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി, അല്ലെങ്കിൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇതാണ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ കളക്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. ഈ ഫാമേഴ്സ് എന്താണ് അവർ പ്രൊഡ്യൂസ് ചെയ്യും, അത് ഇന്റർമീഡിയറ്റ്സ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. ഗവൺമെന്റ് തന്നെ നേരിട്ട് ഈ സംഭവം ഫാർമേഴ്സിൽ നിന്നും കളക്ട് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യാണ്. And that is the first reform which is introduced by the government. So the government take the initiative to collect all the products from the agriculture, directly from the agriculture. So there is no need for intermediates എന്നാലും നമ്മൾ എത്രയൊക്കെ ഗവൺമെന്റ് എത്രയൊക്കെ റിഫോംസ് കൊണ്ടുവന്നാലും എത്രയൊക്കെ പോളിസീസ് കൊണ്ടുവന്നാലും ഇന്റർമീഡിയറ്റ് വിൽ ബി അവരവിടെ ഉണ്ടാവും. എന്നാലും ഗവൺമെന്റ് നേരിട്ട് പരമാവധി. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, ദ മാക്സിമം പ്രോഫിറ്റ് വിൽ ഗെറ്റ് ബൈ ദിസ് അഗ്രികൾച്ചർ പീപ്പിൾ. അല്ലെ, അവര് ഇന്റർമീഡിയറ്റ്സിന്റെ എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് കുറവാക്കിക്കൊണ്ട് അവർക്ക് കൊടുക്കുന്ന ആ എമൗണ്ടും കൂടി നമുക്ക് ആർക്ക് കൊടുക്കാനായിട്ട് പറ്റും? ഫാമേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റും. സോ ദാറ്റ് ഇസ് എ പ്രോഗ്രാം, കളക്ടൈസേഷൻ. Then second one, consolidation of holding. Second CO, consolidation of holding. Consolidation of holding. Consolidation of holdings. Okay. HOLDING, holding. So here program was first introduced by the first 5-year plan. So my question, first 5-year plan ഏത് വർഷം? 1951. 52 ആണോ? 51. Okay. So 5-year plan കൊണ്ടുവന്നത് ആരായിരുന്നു? ഒന്ന് പോയി മിസ്സേ, വേറെ ഒരു പണിയില്ല എന്തെങ്കിലും. 5-year plan ആരാ കൊണ്ടുവന്നത്? ജവഹർലാൽ നെഹ്റു. Okay, so the first 5-year plan, consolidation of holding. The next CO, cooperation. Cooperation. 3 CO കഴിഞ്ഞില്ലേ? Cooperation. In next, crop, that is crop insurance and personal accident insurance scheme, PACE. So crop insurance and personal accident insurance scheme, PACE. Personal accident insurance scheme, crop insurance and personal accident insurance scheme. Then cheap loans, Kisan credit card. Crop insurance and personal accident insurance scheme. ഈ പേസ് നോക്കി വെച്ചോട്ടോ, MCQ വന്നിട്ടുള്ളതാണ്. പേസ്, personal accident insurance scheme. Then CHE, cheap loans, Kisan credit card. Ma'am, ഇതിന്റെ full form PAIS ആയിരിക്കും. PACE, yes, PAIS, PACE. Personal accident insurance scheme. Personal accident insurance scheme. Then CHE, cheap loans, Kisan credit card. Cheap loans Kisano. Cheap loans ആണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്സ്. അവർക്കൊരു ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ടുണ്ട്. ആ ക്രെഡിറ്റ് കാർഡിന് ബേസ് ചെയ്തിട്ട് they will get the cheap loans. കിസാൻ ക്രെഡിറ്റ് കാർഡ് ആൻഡ് cheap loans. Cheap loans, കിസാൻ ക്രെഡിറ്റ് കാർഡ്. കിസാൻ ക്രെഡിറ്റ് കാർഡ്. Cheap loans, കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഹെനിനും അഫ്നയോടും ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയണം അല്ലേ? അഫ്ന,
cheap loans, Kisan credit card. Then first GA. Ma'am, Yes, Safna. ഗസ്റ്റ് ഒക്കെ വന്ന് ഞാൻ എന്റെ കസിന്റെ വീട്ടിൽ അപ്പൊ എല്ലാവർക്കും ഒരാൾക്കാരുണ്ട് അവിടെ അത് ക്യാമറ ഓണാക്കാൻ പറ്റാതെ. Okay, okay, okay. Next GA. GA, Gandhiji's Gram Swarajya. It's a program. Gandhiji Gram Swarajya. 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 So this is the program is introduced for the development of agriculture peoples. Gandhiji Gram Swarajya. And next GRA, G-R-A, Gramin Bank. Gramin Bank. So in each and every village lana, under the village Grama Panchayat. Gramin Bank. Gramin Bank. There will be a Gramin Bank for the especially for agriculture people. Gramin Bank. Gramin Bank. Gramin Bank. Gramin Bank. Oh, sorry. A last GA or the GR ആണ് ട്ടോ. GRE ആണ്. Green ആണ്. Green ആണ് വരാ ട്ടോ. ലാസ്റ്റ് നമ്മൾ പോയിന്റ് ഇത് എഴുതില്ലടാ. കോഡ് എഴുതില്ലേ? അതില് ഗ്രീ ആണ് വരാ. The next point, green and white revolution. Agriculture. Gandhiji's Gram Swarajya കഴിഞ്ഞിട്ട് എന്താന്ന് പറയാമെങ്കിൽ Gandhiji Gram Swarajya. The next one is Gramin Bank. Gramin Bank. Gramin Bank. The next one is green and white revolution. Green revolution 1916. Hello. MS Swaminathan. Agriculture wheat and rice കൊണ്ടുവന്ന reform ആണ്. Green and white revolution. White revolution ആരാണ്? Joseph Kurian. Ma'am, we only learned about green revolution. അടികൊള്ളും. White revolution പഠിച്ചിട്ടുണ്ട്. White revolution. പഠിച്ചിട്ടുണ്ട്. Yes, miss, പഠിച്ചിട്ടുണ്ട്. White revolution, Joseph Kurian. മിൽമല്ല അമൂല്, സോറി മിൽമല്ല അമൂല്. മിൽമ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ വന്നല്ലേ, അമൂൽ. ജോസഫ് കുര്യൻ, വൈറ്റ് റെവല്യൂഷൻ. കുറച്ച് നാൾ മുമ്പാണ് ആൾ മരിച്ചിട്ടുള്ളൂ. ഐ തിങ്ക് 2 or 3 years ബിഫോർ എന്തോ ആണ് മരിച്ചത്. വൈറ്റ് റെവല്യൂഷൻ ആണ്, നമ്മുടെ മിൽക്കിന്റെ റെവല്യൂഷൻ ആണ്. ഗ്രീൻ ആൻഡ് വൈറ്റ് റെവല്യൂഷൻ. Then AB, abolition of zamindari system. So still it is practiced in almost most of the North Indian states. Abolition of zamindari system. Explain ചെയ്യണ്ടല്ലോ zamindari system ഒക്കെ എന്താണെന്ന്. നമ്മൾ 7th തുടങ്ങി കേട്ടിട്ടും പ്രാന്തായേക്കാൻ സംഭവം. zamindari, mahalwari, rayatwari, jagirdari. Green and white revolution. Abolition of zamindari system. Green and white revolution. Abolition of zamindari system. The next and the last one, Vinoba Bhave. Vinoba Bhave. ഒന്നുകൂടി അതൊന്നും
ഏതടാ? Abolition of Zamindari system. Abolition of Zamindari system. Last one, Vinoba Bhave, Bhudhan Gramin. Bhudhan Gramin. അതെന്താ സംഭവം എന്നറിയോ? വിനോബ ഭാവയുടെ ഭൂധാൻ. Ma'am, already last one repeated. വിനോബ ഭാവെ ഭൂധാൻ ഗ്രാമീൺ. Ma'am, and the spelling പറയൂ. ഭൂദാൻ, BHOODAN. ഭൂദാൻ ഗ്രാമീൺ, GRAMEEN. ഭൂദാൻ ഗ്രാമീൺ. വിനോബ ഭാവേസ് ഭൂദാൻ ഗ്രാമീൺ. വേറെ ഒന്നുമില്ല. നമ്മളുടെ റിയൽ കമ്മ്യൂണിസം, ഓവർലാൻഡ് ഉള്ളവരുടെ കയ്യിൽ നിന്നെല്ലാം ലാൻഡ് പിടിച്ചു വാങ്ങിച്ച് ലാൻഡ് ഇല്ലാത്തവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു സിസ്റ്റം ആണ്. അതില് ആചാര്യ വിനോബ ഭാവെ, ഹി വാസ് ദ ലീഡർ ഓഫ് ദിസ് പ്രോഗ്രാം. ആൻഡ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ ആണ്. ഇറ്റ് ഇസ് കോൾഡ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ. അത് ഈ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രാംചരൺ റെഡ്ഡി എന്ന് പറയുന്ന ഒരു ലാൻഡ് ലോർഡ് ആണ്. ആളുടെ ഒരു 80 acres ഓഫ് ലാൻഡ് ഭൂമി ഇല്ലാത്തവർക്ക് ആള് എന്താണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ്. ആൻഡ് ദെൻ almost all the people were take care of this program and they will follow this program. This is called as a bloodless revolution. Bhudhan movement. Bhudhan, which means that to donating their land, those who have the overland. Okay. Ma'am, Bhudan Gramdan nalle. Bhudan Gramdan. So nammal Bhudan movement aanu sherikum idu. It's nammal short ayi parayum, it's a Bhudan movement. It is Bhudan Gramdan. Yeah, this much about the reforms. Okay, makala reforms. MCQ pattern ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊരു 5 mark question ആയിരുന്നു. So collectivization, consolidation of holding, corporations, then what? Crop insurance, cheap loans and Kisan credit card, Grameen banks, Gandhiji Gram Swarajya, Vinoba Bhave's Bhudan movement, abolition of Zamindari system. Ma'am, cooperation, is it between the farmers or between the government and the farmer? It is between the government and farmers. Between the government and farmers. Okay, ഈ പോയിന്റ്സ് കംപ്ലീറ്റ് അത് മനസ്സിലായോ? എന്തൊക്കെ പോയിന്റ്സ്? ഞാനത് നമുക്കത് ഒരുപാട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണോ ഈ പോയിന്റ്സ്? ഞാൻ can I want to explain these points? So collectivization, which means that നമ്മൾ നേരത്തെ പറഞ്ഞു ഫാമേഴ്സിൽ നിന്നും പ്രോഡക്ട്സുകൾ കംപ്ലീറ്റ് കളക്ട് ചെയ്യുന്നത്. ആൻഡ് കൺസോൾട്ടേഷൻ ഓഫ് ഹോൾഡിങ്സ്. ഹോൾഡിങ്സ് മീൻസ് എന്താണ്? നമ്മള് ഓരോ വ്യക്തിക്കും അവരുടേതായ ആ ഒരു എന്താണ്, ദാറ്റ് ഈസ് ദേ ഹാവ് ദെയർ ഓൺ ഇൻകം. ഓരോ ഫാമേഴ്സിനും അവരുടെ ഒരു ഇൻകം കിട്ടുക എന്നുള്ള ആ ഒരു പ്രോഗ്രാം ആണ് നമ്മൾ ഈ കൺസോൾട്ടേഷൻ ഓഫ് ഹോൾഡിങ്സിൽ വരുന്നത്. ദെൻ കോർപ്പറേഷൻ, ഇറ്റ് ഈസ് എ ജോയിന്റ് കോർപ്പറേഷൻ ഇൻ ബിറ്റ്വീൻ ദ ഗവൺമെന്റ് ആൻഡ് ദ ഫാമേഴ്സ്. ഗവൺമെന്റും ഫാമേഴ്സും തമ്മിലുള്ള ഒരു കോർപ്പറേഷൻ. ഓക്കെ, ദെൻ അബോളിഷൻ ഓഫ് സെമീന്ദാരി സിസ്റ്റം. നമുക്കറിയാം സെമീന്ദാർ ആരായിരുന്നു എന്ന് അല്ലെ? മൊത്തം അതായത് ലാൻഡ് ഓണേഴ്സിന്റെ കയ്യിൽ നിന്ന്, ആ ലാൻഡ് ഓണേഴ്സിനെയാണ് നമ്മൾ സെമീന്ദാർ എന്ന് വിളിച്ചിരുന്നത്. അവരെന്താണ് ആളുകളെ, ഫാമേഴ്സിനെ എന്താണ് ലീസിനെടുത്തിട്ട് ഫാമേഴ്സിനെ കൊണ്ട് കംപ്ലീറ്റ്ലി പ്രൊഡക്റ്റുകൾ കംപ്ലീറ്റ് ജമീന്ദാസ് മാത്രം ആണ് അവകാശമുള്ളത്. ജമീന്ദാസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ വർക്ക് മുഴുവൻ ചെയ്യുന്ന ഫാമേഴ്സ് ആണെങ്കിലും ഫാമേഴ്സിന് എന്ത് ഉണ്ടാവാറില്ല, they didn't get anything അല്ലെ? ആ ഒരു സിസ്റ്റം. സോ അബോളിഷൻ ഓഫ് സെമീന്ദാരി സിസ്റ്റം. ദെൻ ഗ്രീൻ ആൻഡ് വൈറ്റ് റെവല്യൂഷൻ. വി നോ ദാറ്റ് tremendous changes which bring in the agriculture sector and also the dairy sector. And that is green and white revolution. So green revolution introduced in the MS Swaminathan and it's 1916s ലാണ് introduced ചെയ്യുന്നത്. And it's wheat and rice ലാണ് first അത് introduce ചെയ്യുന്നത്. HYV seeds, high technologies അതൊക്കെ കൊണ്ടുവന്ന ആ ഒരു സംഭവം. Multiple croppings. Okay, all these things are introducing in this green revolution. So likewise white revolution lo dairy farming is introduced in the dairy system introduced in the white revolution time lana. And this is Joseph Kurian and he was Malayali ana. And but basically he was in North Indian and settled avadeyana. And that about this white revolution. Then crop insurance and personal accident credit cards schemes അല്ലെ? ഓരോ എന്താണ് ക്രോപ്പുകൾക്കും ഓരോ എന്താണ് ക്രോപ്പിംഗ് സീസണിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ they will take in the insurance. So in case we know that we couldn't able to predict what will be happen,
അഗ്രികൾച്ചർ സെക്ടേഴ്സിൽ ഏറ്റവും വലിയൊരു ഇതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ എന്താണ് climatic conditions. So if in case of any problems which happen, the government will give the insurance to that particular farmer, and that is crop insurance. എന്തെങ്കിലും കേസിൽ ഇതുപോലെ നാച്ചുറൽ കലാമിറ്റീസ് എന്തെങ്കിലും വന്നിട്ട് ഈ ക്രോപ്പുകൾ കംപ്ലീറ്റ് ഫെയിൽ ആയി പോവുകയാണെങ്കിൽ അവർക്ക് ഒരു പെർട്ടിക്കുലർ ഇൻഷുറൻസ് എമൗണ്ട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും, and that is crop insurance. Then personal accident insurance cards, in case എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിക്ക് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് ആണ്. Then ഗ്രാമീൺ ബാങ്ക്സ്, each and every village, ഗ്രാമപഞ്ചായത്ത്, ഓരോ ഗ്രാമപഞ്ചായത്തിലും they have introduced a particular bank, അഗ്രികൾച്ചറൽ ബാങ്കുകൾ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഏറ്റവും ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് വെരി ലെസ് ആണ്. നമ്മൾ ഇപ്പൊ നോർമലി കോമൺ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് 12% ഒക്കെയാണ്. അതായത് 11%, 12% ആണ് നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏത് സാധാരണ ബാങ്കുകളിൽ വരുന്നതെങ്കിൽ ഗ്രാമീൺ ബാങ്ക്സ് ഇറ്റ് ഈസ് ലൈക്ക് 4 to 5% ആണ്. 4 to 5% ഒക്കെ ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ. അപ്പൊ നമ്മള് ഫാമേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഫാമേഴ്സ് അല്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് അവിടെ ലോൺസ് കിട്ടും, നമ്മുടെ ലാൻഡിന്റെ ആ ഒരു ഇത് കാണിച്ചാൽ മതി. അപ്പൊ കൂടുതലും പീപ്പിൾ ഹാവ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ് ബൈ ലൈക്ക് ദിസ് ബാങ്ക്സ്, ദാറ്റ് ഇസ് ഗ്രാമീൺ ബാങ്ക്സ്. ദെൻ ചീപ്പ് ലോൺസ് ആൻഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ്സ്, ലോൺസുകൾ ചീപ്പ് റേറ്റിൽ അവർക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യും. ദെൻ കിസാൻ ക്രെഡിറ്റ് കാർഡ്സ്, ദേ വിൽ ഗെറ്റ് എ ക്രെഡിറ്റ് കാർഡ്. ആ ഒരു ക്രെഡിറ്റ് കാർഡിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് എന്താണ് ഓൾറെഡി അവർ ചിലപ്പോൾ നമുക്കറിയാം ഇറ്റ്സ് ലൈക്ക് എ സൈക്ലിംഗ് പ്രോസസ് ആണ് അല്ലെ. സോ ഈ കഴിഞ്ഞ ഇയറിലെ ഈ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടാണ് അവര് ഈ ഒരു അങ്ങനെയാണ് ഒരു റൊട്ടേഷൻ ആണ്. അപ്പൊ അവർക്ക് ഈ ഒരു ടൈമിലേക്ക് വാങ്ങാനായിട്ട് അവരുടെ കയ്യിൽ ഇപ്പൊ നമുക്കറിയാം എന്താണ് സീഡ്സ് വാങ്ങണം, ഫെർട്ടിലൈസേഴ്സ് വാങ്ങണം, എല്ലാ സംഭവങ്ങൾക്കും അല്ലെ മാനുവൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇതിനൊന്നും എമൗണ്ട് തികയില്ല. അപ്പൊ അവർ കഴിഞ്ഞ വർഷത്തെ അത് പേയ്മെന്റ് നടത്തിയിട്ട് ഈ വർഷത്തേക്ക് എടുക്കുന്ന കംപ്ലീറ്റ് എന്തായിരിക്കും ക്രെഡിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. സോ ദേ വിൽ പേ ഇറ്റ് ആസ് ഇൻ ദ ടേം, എന്താണ് ഓരോ മന്ത്ലി ആയിട്ടായിരിക്കും അടിക്കുന്നത്. So likewise ഒരു ഇൻസ്റ്റാൾമെന്റ് വൈസ് they will give the money. So that is credit based ആണ്. Then Gandhiji's Gram Swaraj. So each and every village or gram which means that it's a village, they will be self-dependent. ആണ്. They have to produce their own food crops. അതാണ് ആ ഒരു വലിയൊരു എന്താണ് സ്വപ്നമായിരുന്നു ഗാന്ധിജിയുടെ, ഓരോ ഗ്രാമങ്ങളും സ്വയം പര്യാപ്തമാവുക. They have to produce their own ഫുഡ് ഐറ്റംസ്. പുറത്ത് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുതെന്നാണ് ഗാന്ധിജി പറഞ്ഞിരുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് വില്ലേജ് ഇപ്പൊ നമുക്കറിയാം ഈ ഗ്രാം സ്വരാജ്യയുടെ കീഴിലാണ് നമുക്ക് ഈ പച്ചക്കറി വിത്തൊക്കെ വീട്ടിലൊക്കെ കൊണ്ടുതരില്ലേ, അതൊക്കെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഒക്കെ ബേസിൽ വരുന്നതാണ്. എല്ലാ വീടുകളിലും എന്താണ് ഫാം ഉണ്ടാവണം, അഗ്രികൾച്ചർ ഒരു ചെറിയൊരു ഏരിയയിലെങ്കിലും എന്താണ് കൾട്ടിവേഷൻ ചെറിയൊരു ഗാർഡനെങ്കിലും സെറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേ ഹാവ് ലോട്ട് ഓഫ് പ്രോഗ്രാംസ്. ആ ഒരു ഇതിനൊക്കെയുള്ള കുറെ പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഗ്രാമീൺ വിനോബ ഭാവേസ് ഭൂതാ മൂവ്മെന്റ് നമ്മൾ പറഞ്ഞ പോലെ ലാൻഡ് ഇല്ലാത്തവർക്ക് ലാൻഡ് ഡൊണേറ്റ് ചെയ്യുന്ന ദാറ്റ്സ് പ്രോഗ്രാം. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ഓവർ. കിട്ടിയില്ലേ, ഇപ്പൊ മനസ്സിലായില്ലേ? യാ, നൗ വി മൂവ് ടു ദ റോൾ ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യൻ എക്കോണമി. എടുക്കണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു അല്ലെ, അവിടെ പഠിച്ചതാണ് റോൾ ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യൻ എക്കോണമി. എക്കണോമിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഓക്കെ, റോൾ ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യൻ എക്കോണമി. അമ്മനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടെങ്കിൽ ലെക്ചർ നോട്ട് കിട്ടിയില്ലെങ്കിൽ കേട്ടാ. യെസ് മിസ്സേ. റോൾ ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യൻ എക്കോണമി. ഇനി GDP എങ്ങനെയാണ്, ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ അഗ്രികൾച്ചർ? GDP, gross domestic product, decreasing. Yeah, first point. Share of GDP declining since 1951 onwards. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Share in GDP declining. Yes. Like 1960s പഞ്ചാബ് അവിടെയൊക്കെ അഗ്രികൾച്ചർ നല്ലോണം കൂടിയിരുന്നല്ലോ. കൂടി, പക്ഷെ GDP വലിയ മാറ്റമൊന്നും വന്നിട്ടുണ്ടായില്ല. അല്ല, അപ്പൊ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂടിയിരുന്നു, പക്ഷെ നമ്മൾ എന്താണ് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ചേഞ്ചസ് ഒന്നും ട്രെമൻഡസ് ചേഞ്ചസ് ഡസ് നോട്ട് ഹാപ്പൻ. ഈ ഡിക്ലൈൻ ചെയ്തു തുടങ്ങിയപ്പോഴാണ് വി ഹാവ് ഇൻട്രൊഡ്യൂസിംഗ് ദ പ്രോഗ്രാംസ്. ബട്ട് ദാറ്റ് തിങ് ഈസ് ദാറ്റ് സോഫിയ അവിടെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. നമ്മൾ ഈ ഗ്രീൻ റെവല്യൂഷന്റെ ഒരു നെഗറ്റീവ് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ്
അതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് വിച്ച് ക്യാൻ ബി ഷോ ഓൺലി ഇൻ എ പെർട്ടിക്കുലർ റീജിയൻസ്, ഒരു പെർട്ടിക്കുലർ ഏരിയാസിൽ മാത്രമായിരുന്നു. അത് നമ്മൾ 1 or 2 ക്രോപ്സിന് മാത്രമേ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ളൂ. വീറ്റ് ആൻഡ് റൈസ് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ളൂ. പഞ്ചാബ്, ഹരിയാന ആ ഒരു ഏരിയാസിൽ മാത്രമേ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് നിന്നുള്ളൂ. ഈവൻ ആ ഒരു പ്രോഗ്രാം തന്നെ വി ആർ ഇൻട്രൊഡ്യൂസിങ് ഓൾമോസ്റ്റ് ഓൾ ദി സ്റ്റേറ്റ്സ് ഇൻ അവർ ഇന്ത്യ ആണെന്നുണ്ടായിരുന്നെങ്കിൽ മേ ബി the result has to be increased. So why aren't they continuing it now? No, never. No. ചെയ്തിരുന്നെങ്കിൽ ചെയ്യുന്നില്ല. നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1960s നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു 5 years ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അത് സ്റ്റോപ്പ് ആയി പോന്നു. Okay, ma'am. Yeah. Then but നമുക്ക് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എംപ്ലോയ്മെന്റ് ജനറേറ്റിംഗ് സെക്ടർ അല്ലെ. ഒരുപാട് ആളുകൾക്ക് വർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ് എന്ത് agriculture sector. So employment to 263 million people. Employment to 263 million people. Employment of point repeat here. Share in GDP decline since 1951. Share in GDP decline since 1951. So employment around 263 million people. It give മക്കളെ ഞാൻ അത് ഷോർട്ട് ആയി പറഞ്ഞോ. അപ്പൊ നമ്മളത് എൻസിക്കാണ് കുഴപ്പമില്ല ഇപ്പം. So it provided, given the opportunity of people, a lot of people, and another important change, important thing which happened in this agriculture sector, and that is establishment of ICAR. Establishment of ICAR, Indian Council Agriculture Research. ICAR, Indian Council of Agriculture and Research. Next point, fourth point. Ma'am, can you repeat third one? Indian Council of Agricultural Research. Indian Council Agricultural Research. Ma'am, what was the role of ICAR in the agriculture? Indian Council Agricultural Research. All these are the agricultural. നമ്മൾ ഈ പറഞ്ഞ HYV seeds ഉണ്ടല്ലോ, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത്, ഈവൻ സ്റ്റിൽ നമുക്കറിയാം ഈ ഐസിയാസിലൊക്കെയാണ് നമ്മൾ എന്താണ് ഓരോ ക്രോപ്പുകൾ അതിന്റെ വെറൈറ്റീസ്, അതിന്റെ മോസ്റ്റ് മോഡേൺ വെറൈറ്റീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എന്താണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇൻട്രൊഡ്യൂസ് അല്ല, നമ്മൾ ശരിക്കും അതൊരു എന്താണ് റിസർച്ചേഴ്സ് ആണല്ലോ, അതിനെ റിസർച്ച് ചെയ്യുന്നു, അവർ പുതിയ പുതിയ ടൈപ്പ് ഓഫ് ക്രോപ്സുകൾ കൊണ്ടുവരുന്നു, പുതിയ ടൈപ്പ് ഓഫ് എന്താണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ്, ഇപ്പൊ ഈ ഡ്രിപ്പ് ഇറിഗേഷൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവരുടെ റിസർച്ചേഴ്സിന്റെ ഇതാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് അക്വാപോണിക്സ് ഒക്കെ. അക്വാപോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാം മീൻസ് എന്നിട്ട് നമ്മുടെ ഈ ഫിഷില്ലേ അടിയില് മീൻ വളർത്തിയിട്ട് മോളിൽ ചെടി വെക്കും. അത്രേ ഉള്ളൂ. പക്ഷെ ഇത്രയും സിമ്പിൾ ആയിട്ട് ആര് പറഞ്ഞു തരും നിങ്ങൾക്ക്? അടിയിൽ ചെടി വളർത്തി മുകളിൽ മീനെ വെക്കൂലേ? അല്ല, നേരെ തിരിഞ്ഞു. എന്തായാലും സംഭവം മനസ്സിലായില്ലേ? അതന്നെ, അതാണ് അക്വാപോണിക്. ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള റിസർച്ച് സെന്റേഴ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ വന്നിരുന്നു നമ്മളുടെ, അത് പക്ഷെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. യെല്ലോ കളർ ഇപ്പൊ നമ്മള് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. യെല്ലോ കളറിലുള്ള നമ്മുടെ ഇതിലിടാ എന്താണ് വാട്ടർമെലൻ, ആ സംഭവങ്ങളൊക്കെ ഈ റിസർച്ചിന്റെ സീഡ്സ് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മള് വാട്ടർമെലൻസ് നോർമലി റെഡ് കളർ ആണല്ലോ, ആ റെഡ് കളറിന് പകരം യെല്ലോ കളർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, യെല്ലോ കളർ. പക്ഷെ അത് അത്ര അങ്ങോട്ട് ക്ലിക്ക് ആയില്ല എന്ന് തോന്നുന്നു. പിന്നെ അതിനെ കുറിച്ച് വലിയ അതിന്റെ ഒരു വെറൈറ്റി, അതിന്റെ ഒരു വൈഡ് സ്പ്രെഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. നൗ ഈ ജാക്ക് ഫ്രൂട്ട്സിലൊക്കെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവര്. സോ ICAR, then agriculture universities, veterinary services,
Animal breeding centers. ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ പെറ്റിന്റെ വെറൈറ്റീസ്. Veterinary services and animal breeding centers. Corona കൊണ്ടുവന്ന another change. Pet lovers. Then horticultural developments. Deepika ma'am. Ma'am. Deepika ma'am. ആണോ? എൻ്റെ അടുത്ത് ടൈം കഴിയാന്നുള്ള വാണിംഗ് ആയിട്ട് വന്നോ? അതെ അതെ അതെ. ടൈം കഴിയുന്നുള്ള വാണിംഗ് കൊണ്ട് വന്നല്ലേ? അതെ അതെ അതെ. ആ പൊക്കോ, ഞാൻ നിർത്താം. ഓക്കെ മക്കളെ, അപ്പൊ ഹോർട്ടികൾച്ചറൽ ഡെവലപ്മെന്റ്. Ma'am, can you repeat 4? ICAR കഴിഞ്ഞിട്ടുള്ള പോയിന്റ് പറയാം. Establishment of Indian Council Agricultural Research. അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ്. And then after that, veterinary, agricultural universities, veterinary services, and animal breeding centers. Agricultural universities, veterinary services, animal breeding centers. Horticultural Development Center. Horticultural Development Centers. നമുക്ക് ഒരൊറ്റ ടോപ്പിക് കൂടി ഉണ്ടായിരുന്നുള്ളൂ, ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഇമ്പാക്ട് ഓഫ് അഗ്രികൾച്ചർ ഗ്ലോബലൈസേഷൻ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് അബൌട്ട് എക്കണോമിക്സ്. വോയിസ് നോട്ട് ഒന്ന് സെൻഡ് ആക്കണ്ട. യെസ്. ഫുഡ് സെക്യൂരിറ്റി ഡിലീറ്റഡ് അല്ലേ? ഫുഡ് സെക്യൂരിറ്റി ഡിലീറ്റഡ് ആണോ? ലൈക്ക് മൈ ടീച്ചർ സെഡ് സോ. ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞല്ലോ. ഞാൻ നോക്കിക്കോളാം. ഞാൻ സിലബസ് നോക്കിക്കോളാം കേട്ടോ. ഫുഡ് സെക്യൂരിറ്റി വോയിസ് നോട്ട് എന്താ സെൻഡ് ആക്കണ്ട? വോയിസ് നോട്ട് എന്താ സെൻഡ് ആക്കണ്ടേന്നാ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? എന്തൊക്കെ പഠിച്ചു? നോൺ ഫുഡ് ക്രോപ്സ് പഠിച്ചു, അഗ്രികൾച്ചറൽ റിഫോംസ് പഠിച്ചു. Then what is the role of agriculture in our Indian economy? Yeah? Okay, ma'am. അപ്പൊ ഓക്കെ, അയ്യോ ക്വസ്റ്റ്യൻസ് തന്നില്ലല്ലോ. കുഴപ്പമില്ല, ഞാനേ ഗ്രൂപ്പിലിടാം. താങ്ക് യു മാം. കണ്ട മാം അത് സോൾവ് ചെയ്തിട്ട് വേണ്ട, നീ താങ്ക് യു പറഞ്ഞു, ഞാൻ നിർത്തി, മതി. എടാ സോൾവ് ഒരു കാര്യം ചെയ്യാം, ഞാനേ പ്രാക്ടീസിംഗിന് തരട്ടെ, നിങ്ങൾ എന്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ചോളൂല്ലേ? ഒരു ടാസ്ക്, വേറെ പണിയൊന്നുമില്ലല്ലോ, വെറുതെ ഇരിക്കല്ലേ, തരട്ടാ. Okay, bye bye. Aman, are you free now? ആണോ? ഞാൻ ലിങ്ക് ഇടാം കേട്ടോ, ഞാൻ ലിങ്ക് ഇടാം. ഓക്കെ മൈ ഡിയേഴ്സ്, ബൈ ബൈ, ടേക്ക് കെയർ. അയ്യോ പോവല്ലേ എല്ലാവരും, വേഗം സെൻഡ് ചെയ്ത്. എന്റെ മൊബൈൽ സൈലന്റ് ആയിട്ടിരിക്കുന്നു, വേഗം സെൻഡ് ചെയ്യും, വേഗം സെൻഡ് ചെയ്യും. സെൻഡ് ചെയ്യോ? ബാസിം, ഓക്കെ മോനെ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. Okay, my dear. So, bye-bye. Take care. Thank you, ma'am. Okay.